ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിനെതിരെ തിരിഞ്ഞതാണ് കുരിശ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ ആദ്യമായിട്ട് തയ്യാറാക്കിയ ചാക്രിക ലേഖനത്തിലെ ദേവുസ് കാരിത്താസ് എസ്റ്റ് എന്നാണ് ആ ചാക്രിക ലേഖനത്തിൻ്റെ ലത്തീനിൽ ടൈറ്റിൽ. ദൈവം സ്നേഹമാകുന്നു. അതിൽ 10 മുതൽ 12 വരെയുള്ള ഖണ്ഡങ്ങളിൽ മാർപ്പാപ്പ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിനെതിരെ തിരിഞ്ഞതാണ് കുരിശ്. വാസ്തവത്തിൽ മാർപ്പാപ്പ ഈ ആശയം അവതരിപ്പിക്കുന്നത് ഹോസിയ പ്രവാചകൻ്റെ ഒരു പ്രവചനം അടിസ്ഥാനപ്പെടുത്തിയാണ്. ഹോസിയയുടെ പ്രവചനത്തിൽ 11 അധ്യായം 8 9 വാക്യങ്ങളിൽ ദൈവം പറയാണ്, എഫ്രായിം, നിന്നെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ ജനത്തിനുള്ള മറ്റൊരു പര്യായ പദമാണ് എഫ്രായിം. എന്നിട്ടത് വിശദീകരിക്കുകയാണ് അടുത്ത ഭാഗം. ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ മനുഷ്യനല്ല, ദൈവമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിനെതിരെ തിരിയുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിനെ വിലക്കുന്നത്? എന്താണ് ഇതിൻ്റെ ദൈവശാസ്ത്രം? നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു സംഗതിയുണ്ട്. ഞാനതിനെ അബദ്ധ സിദ്ധാന്തം, പാഷാണ്ഡത എന്നൊക്കെയാണ് വിളിക്കുക. ദൈവം സർവശക്തനാണ്, ദൈവത്തിനൊരു വാക്കുകൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നോ? അത്ര എളുപ്പമായിരുന്നോ രക്ഷ? പിന്നെ അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ യൂദാസ് എന്തുകൊണ്ട് കൈവിട്ടു പോയി? ദൈവം സർവശക്തനല്ലേ? ദൈവം സർവശക്തനാണെങ്കിൽ നരകമുണ്ടാകുമോ? എല്ലാവരും രക്ഷിക്കാൻ കഴിയില്ലേ? അപ്പോൾ ഇത് ഒരു അത്ര ശരിയായ പ്രബോധനമല്ല. ആഗസ്തീനോസ് പറയുന്നൊരു വാചകമുണ്ട്, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നമ്മൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളോട് കൺസൾട്ട് ചെയ്തില്ല. ഇല്ല, നമ്മളോട് ചോദിച്ചിട്ടല്ല നമ്മെ സൃഷ്ടിച്ചത്. പക്ഷേ നമ്മോട് ചോദിക്കാതെ, നമ്മുടെ അനുവാദമില്ലാതെ നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ല. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ദൈവം സർവശക്തനല്ല. ഇതാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയണേ. ഇത് തന്നെ ബെനഡിക്ട് പാപ്പ ജീസസ് ഓഫ് നാസറത്ത് എന്ന് പറയുന്ന, നസറത്തിലെ യേശു എന്ന് പറയുന്ന 3ാമത്തെ വോള്യത്തിൽ, അതിന് 3 വോള്യങ്ങളുണ്ട്, 3ാമത്തെ വോള്യത്തിൽ ബെനഡിക്ട് പാപ്പ ഇതേ ആശയം മറ്റൊരു വിധത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഞാനൊന്ന് പറയുകയാണ്. ആഫ്റ്റർ ദ ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, ഗോഡ്സ് ഓൾമൈറ്റി പവർ ഈസ് ടൈഡ് വിത്ത് ഹ്യൂമൻ ഫ്രീഡം. മനുഷ്യൻ്റെ സൃഷ്ടിക്ക് ശേഷം ദൈവത്തിൻ്റെ സർവ്വശക്തി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമായി കൂട്ടിപ്പിണഞ്ഞാൽ കിടക്കണേ. എന്ന് വെച്ചാൽ നമ്മുടെ കാര്യത്തിൽ ദൈവം സർവശക്തനല്ല. നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ കാര്യത്തിൽ യാതൊന്നും ചെയ്യാൻ ദൈവത്തിന് കഴിയില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനാകേണ്ടി വന്നത്? ആ മനുഷ്യനായ ദൈവം ഇങ്ങനെ മരിക്കേണ്ടി വന്നത്? അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ ദിവസം ധ്യാനിക്കുന്നത്. ഹെബ്രായ ലേഖനത്തിൽ 9 അധ്യായം 22 വാക്യം ഇങ്ങനെ പറയുന്നു, രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. ഒരു വാക്കുകൊണ്ട് ദൈവത്തിന് രക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നവരോടുള്ള ചോദ്യം ഇതാണ്, രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. ഇതാണ് വേദപുസ്തകം പറയണേ. വേദപുസ്തകം മാത്രമല്ല, ലോകത്തിലെ സകല മതങ്ങളും ഇത് വിശ്വസിക്കുന്നുണ്ട്. അഹിംസയിൽ വിശ്വസിക്കുന്ന മതങ്ങൾ പോലും ഇത് വിശ്വസിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ലോകത്തിലെ എല്ലാ മതങ്ങളും ഈ ഒറ്റ കാര്യമാണ് ചർച്ച ചെയ്യണേ. എല്ലാ മതങ്ങളെയും അടിസ്ഥാനപരമായി ചർച്ച ചെയ്താണ് എങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യർക്ക് നീതിമാന്മാരായിരിക്കാൻ കഴിയും. അതിന് കൊടുക്കുന്ന മറുപടി ഇതാണ്, രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. യേശു ഇത് മർക്കോസിന്റെ സുവിശേഷം 8 അധ്യായം 37 വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവന് പകരമായി നിങ്ങൾ എന്ത് കൊടുക്കും? ഈ ലോകം മുഴുവൻ കൊടുത്താലും ആകില്ലെന്നാണ് യേശു പറയണേ. അപ്പോൾ വീണ്ടും ചോദ്യം, എന്തുകൊണ്ടാണ് രക്തച്ചൊരിച്ചിൽ അല്ലെങ്കിൽ ജീവൻ വേണം എന്ന് പറയണേ? നമുക്കൊരു ഉദാഹരണം നോക്കാം. കായേൻ ആബേലിനെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ചെയ്ത് തെറ്റായിപ്പോയല്ലോ എന്ന് തോന്നുന്നത്. എന്നിട്ട് ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ എൻ്റെ സഹോദരനെ കൊന്നു, നീ എന്നോട് ക്ഷമിക്കണം, എന്നോട് കരുണ കാണിക്കണം. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ദൈവം കായനോട് പൊറുക്കണം, അവൻ്റെ മോനല്ലേ, എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മ മക്കളോട് ക്ഷമിക്കും, അപ്പൻ മക്കളോട് ക്ഷമിക്കും. ദൈവം പിതാവാണ്, അപ്പോൾ അതുകൊണ്ട് അവനോട് ക്ഷമിക്കണം. പക്ഷെ അങ്ങനെ ക്ഷമിക്കാനായിട്ട് ദൈവത്തിന് പറ്റുമോ ഇല്ലയോ? ആ സമയത്താണ് ദൈവം കായനോട് പറയുന്നത്, നിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വേണ്ടി വാപ്പിളന്ന ഭൂമി എന്നെ വിളിച്ച് കരയുന്നു. നിൻ്റെ സഹോദരൻ്റെ രക്തം നീതിക്ക് വേണ്ടി എന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ഇര ദൈവത്തോട് പറയുന്നത് നീതിക്ക് വേണ്ടിയാണ്. എന്താണ് നീതി?
കുറ്റക്കാരനെ ശിക്ഷിക്കുക എന്നുള്ളതാണ് നീതി. നമ്മുടെ കോടതിയൊക്കെ അങ്ങനെയല്ലേ ചെയ്യണേ? കുറ്റക്കാരനെ ശിക്ഷിക്കുമ്പോൾ ഇരയ്ക്ക് നീതി കിട്ടുന്നു. ഇര പ്രാർത്ഥിക്കുന്നത് നീതി ലഭിക്കാൻ വേണ്ടിയാണ്, കുറ്റക്കാരനെ ശിക്ഷിക്കണമെന്നാണ്. എന്താണ് ശിക്ഷയുടെ തോത്? ഐ ഫോർ ആൻ ഐ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ. കൊലപാതകത്തിന് മരണശിക്ഷ, വധശിക്ഷ. അതാണ് റേഷ്യോ, പ്രപ്പോർഷൻ. അപ്പോൾ ആബേൽ പറയുന്നത് കായേന് വധശിക്ഷ കൊടുക്കണമെന്നാണ്. കാരണം അവൻ ആബേലിനെ കൊലപാതകത്തിലൂടെ നശിപ്പിച്ചിരിക്കുന്നു. കായേൻ പറയുന്നത് എന്നെ ശിക്ഷിക്കരുത്, എന്നോട് കരുണ കാണിക്കണം. അപ്പോൾ ചോദ്യം വളരെ ഗൗരവമായി. എന്താണ് പ്രശ്നം? ഇര പറയുന്നത്, കൊല്ലപ്പെട്ട ഇര പറയുന്നത് നീതി കാണിക്കണമെന്നാണ്, നീതി കൊടുക്കണമെന്നാണ്. എന്ന് വെച്ചാൽ കുറ്റക്കാരന് വധശിക്ഷ കൊടുക്കണമെന്നാണ്. വധശിക്ഷ അർഹിക്കുന്ന ആൾ പറയുന്നതോ അവനെ ശിക്ഷിക്കരുത്, അവനോട് ക്ഷമിക്കണം, മാപ്പ് കൊടുക്കണമെന്നാണ്. ഇരയോട് അനീതി കാണിക്കാതെ കുറ്റക്കാരനോട് ക്ഷമിക്കാൻ ദൈവത്തിന് എങ്ങനെ കഴിയും? കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, നമ്മൾ ആണ് കുറ്റക്കാർ, മനുഷ്യർ. നമ്മളെല്ലാവരും പാപികളാണ്. നമ്മൾ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ മറ്റുള്ളവരെ നശിപ്പിച്ചിട്ടുണ്ട്. വാക്കുകൊണ്ടും നിലപാട് കൊണ്ടൊക്കെ നമ്മൾ കൊലപാതകം ചെയ്യുന്നവരാണ്. മറ്റുള്ളവർ വളരാനായിട്ട് അനുവദിക്കാതെ അവരെ നശിപ്പിക്കുന്നവരാണ്. അവരെക്കുറിച്ച് അപവാദം പറഞ്ഞ് അവരുടെ സൽപ്പേര് നശിപ്പിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മളൊക്കെ ഇടപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളാണ് കുറ്റക്കാർ. നമ്മുടെ കുറ്റം കൊണ്ട് ഇരയായി തീർന്ന അവർ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ശിക്ഷിക്കണമെന്നാണ്. നമ്മൾ ഒരേ ദേവാലയത്തിലോ ഓരോ ക്ഷേത്രത്തിലൊക്കെ ഇരിക്കുമ്പോൾ അവിടെ ഇരകൾ നമുക്കെതിരെയാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ അക്രമത്തിൻ്റെ ഇരകൾ. നമ്മൾ പ്രാർത്ഥിക്കുന്നതോ ക്ഷമിക്കണമേ എന്നാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, നമ്മുടെ അക്രമത്തിൻ്റെ ഇരകളോട് അനീതി കാണിക്കാതെ അക്രമികളായ നമ്മളോട് ക്ഷമിക്കാൻ ദൈവത്തിന് എങ്ങനെ കഴിയും? ഞാൻ മുമ്പ് പറഞ്ഞെന്ന് ആവർത്തിക്കുകയാണ്, ലോകത്തിലെ സകല മതങ്ങളും ചർച്ച ചെയ്യുന്ന ഏക വിഷയം ഇതാണ്. അതിനുള്ള മറുപടിയാണ് ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതും മറ്റു മതങ്ങളും എല്ലാ ക്രിസ്തു മതമൊക്കെ വിശ്വസിക്കുന്നതും. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. എന്ന് വെച്ചാൽ ഒരു ജീവൻ പകരം കൊടുക്കാതെ നമ്മുടെ ജീവനെ മരണശിക്ഷയിൽ മാറ്റി നിർത്താൻ ദൈവത്തിന് കഴിയില്ല. ഒരു ജീവൻ പകരം കൊടുക്കാതെ, എ ലൈഫ് ഷുഡ് ബി ഗിവൺ ഇൻ എക്സ്ചേഞ്ച് ഇഫ് അവർ ലൈഫ് ഈസ് ടു ബി സ്പെയർഡ് ഫ്രം ഡെത്ത് പെനാൽറ്റി. നമ്മുടെ മരണശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ നമ്മുടെ ജീവന് പകരം മറ്റൊരു ജീവൻ കൊടുക്കണം. മിക്ക മതങ്ങളും അതിന് ചെയ്യുന്ന എന്താണ്? മൃഗബലികളാണ്. മിക്ക മതങ്ങളിലും അങ്ങനെയാണ്. യഹൂദ മതത്തിലുണ്ട്, ഇസ്ലാമിലുണ്ട്, ഹിന്ദു മതത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകളിലുണ്ട്. അതിലെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ മൃഗബലികളാണ്. യഹൂദ മതത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. പാപപരിഹാര ദിനം എന്ന് പറഞ്ഞ ഒരു ദിവസമുണ്ട്. ആ ദിവസം അവർ ഒരു കാളയെ കൊണ്ടുവന്ന് ആദ്യം കൊല്ലും. അത് പുരോഹിതന്മാരുടെ പാപത്തിന് പരിഹാരം. പിന്നെ 2 കുഞ്ഞാടുകൾ കൊണ്ടുവന്ന് ഒന്ന് പിശാചിനായിട്ടും ഒന്ന് ദൈവത്തിനായിട്ടും സമർപ്പിക്കും. എന്നിട്ട് അവർ കുഞ്ഞാടിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും പാപഭാരം മുഴുവൻ ഈ കുഞ്ഞാടുകളിലേക്ക് ആവാഹിക്കട്ടെ എന്ന് പറയും. അങ്ങനെ പാപം മുഴുവൻ ആവാഹിച്ച് കഴിഞ്ഞാൽ ഈ അസസൽ എന്ന് പറയുന്ന സാത്താന് വേണ്ടിയുള്ള കുഞ്ഞാടിനെ മരുഭൂമിയിലേക്ക് അയക്കും. അതവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണമെന്നാണ്. മനുഷ്യൻ്റെ പാവവും പേറി അത് പിശാച് വസിക്കുന്ന ഇടത്തേക്ക് പോകുന്നതെന്നാണ് സങ്കല്പം. ദൈവത്തിന് വേണ്ടിയുള്ള കുഞ്ഞാടിനെ മഹാപുരോഹിതൻ അറുത്ത് രക്തം ശേഖരിച്ച് ഒരു സ്വർണ്ണക്കലശത്തിൽ വെള്ളം ചേർത്ത് ഈ ദൈവം ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്ന കൃപാസനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി 7 തുള്ളി രക്തം ആ കൃപാസനത്തിൻ്റെ മേലെ ഒഴിക്കും. മനുഷ്യൻ്റെ പാപം ദൈവത്തെ സ്പർശിക്കുന്നെന്നാണ് സങ്കല്പം. ദൈവം സ്നേഹാഗ്നിയാണ്, കത്തുന്ന മുൾപ്പടർപ്പാണ്. മനുഷ്യൻ്റെ പാപം ദൈവത്തെ സ്പർശിക്കുമ്പോൾ പാപം കത്തിപ്പോകുന്നു. ആണ്ടിലൊരിക്കൽ മാത്രമേ ദൈവത്തിൻ്റെ പേര് വിളിക്കാൻ മഹാപുരോഹിതന് പോലും അനുവാദമുണ്ടായിരുന്നുള്ളൂ. അത് ഈ ദിവസമാണ്, പാപങ്ങൾ കത്തിപ്പോകുന്നു എന്ന് വിചാരിക്കുന്ന ദിവസം. അന്നാണ് മഹാപുരോഹിതൻ യഹോവേ എന്നുള്ള ആ ദൈവത്തിൻ്റെ പേര് വിളിക്കുക. അന്ന് മാത്രമേ പാടൂ. ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത് എന്ന പ്രമാണം പോലുമുണ്ട്, 2ാമത്തെ പ്രമാണം. ചുരുക്കത്തിൽ മിക്ക മതങ്ങളും വിശ്വസിക്കുന്നത് ഈ മൃഗബലികളാണ്. പക്ഷേ മൃഗങ്ങളുടെ ജീവൻ പകരം കൊടുത്താൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാകുമോ? പ്രകൃതിയുടെ നിയമം തന്നെയുണ്ടല്ലോ, ആരാണോ തെറ്റ് ചെയ്ത് അവൻ തന്നെ പരിഹാരം ചെയ്യണം. അപ്പോൾ മൃഗങ്ങളുടെ ജീവൻ പകരം കൊടുത്താൽ മനുഷ്യൻ്റെ ജീവന് മനുഷ്യനെ മരണശിക്ഷയിൽ മാറ്റി നിർത്താൻ പറ്റുമോ? ഒരു മൃഗത്തിനും ആത്മാവില്ല. അതുകൊണ്ട് തന്നെ അത് സാധ്യമല്ല. മാത്രമല്ല, മൃഗങ്ങളൊന്നും തെറ്റ് ചെയ്യുന്നില്ല. അവർക്ക് സ്വാതന്ത്ര്യം, നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, ആത്മാവില്ല. അതുകൊണ്ട് മൃഗങ്ങളുടെയോ കാളക്കിടാങ്ങളുടെയോ കോലാട്ടിൻകുട്ടികളുടെ രക്തം കൊണ്ട് ദൈവം സംപൂരിതനാകില്ല. അതേസമയം അതിലെല്ലാം മഹത്തായ ഒരു ആശയമുണ്ട് താനും. എന്താണ് മഹത്തായ ആശയം? പകരം ഒരു ജീവൻ കൊടുക്കാതെ നമ്മെ മരണശിക്ഷയിൽ മാറ്റി നിർത്താൻ ദൈവത്തിന് കഴിയില്ല. ആശയം ഗംഭീരം, പക്ഷേ സമർപ്പിച്ചതോ അപര്യാപ്തം.
അപ്പോഴാണ് പലരും ചിന്തിക്കാൻ തുടങ്ങിയത്, മൃഗബലി പോരാ, നരബലി വേണം. ഇപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും നരബലി നടക്കുന്നുണ്ട്. ബൈബിളിൽ ജഫ്ത എന്ന് പറഞ്ഞ ഒരു ന്യായാധിപനുണ്ട്. അദ്ദേഹത്തിന് ഒറ്റ മകളെ ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധത്തിൽ ജയിച്ചാൽ ആദ്യം എന്നെ എതിരേൽക്കാൻ വരുന്ന ആളെ ഞാൻ ദൈവത്തിന് ബലിയായിട്ട് അർപ്പിക്കാമെന്ന് പറഞ്ഞു. സ്വന്തം മകളാണ് എതിരേൽക്കാൻ വന്നത്. ആ മകളെയാണ് അദ്ദേഹം കുരുതി കൊടുത്തത്. അബ്രാഹാം എന്ന് പറഞ്ഞ വിശ്വാസികളുടെ പിതാവ്, അദ്ദേഹവും വിചാരിക്കുന്നുണ്ട് മകൻ്റെ ഇഷ്മായേൽ ഇസഹാക്കിൻ്റെ, അതായത് ഇഷ്മായേൽ ആദിജാതൻ, അത് ദാസിയിലുണ്ടായവനാണ്. അവൻ്റെ ജീവൻ മാറ്റി നിർത്താൻ വേണ്ടി അത് ദൈവത്തിന് അനുവാദം കൂടാതെ ഉണ്ടായ മകനാണ്. അത് ദൈവം കോപിച്ചാലെന്ന് വിചാരിച്ചിട്ടാണ് താഴെയുള്ള മകനെ കുരുതി കൊടുക്കാൻ പോകണേ. അങ്ങനെ പോകുമ്പോൾ ദൈവമാണ് വിലക്കണേ. ദൈവത്തിന് നരബലി വേണ്ട. അങ്ങനെ ആ മലയിലേക്ക് പോകുമ്പോൾ ഇസഹാക്ക് അബ്രാഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതിന് അബ്രാം കൊടുക്കുന്ന മറുപടിയുണ്ട്. അപ്പാ, നമ്മൾ എല്ലാം എടുത്തു, വിറകെടുത്തു, കത്തിയെടുത്തു, തീയെടുത്തു, ഈ ആട്ടിൻകുട്ടി എവിടെയാണ്? അപ്പോൾ അത് ദൈവം കൊടുക്കുന്ന മറുപടി അബ്രാഹത്തിൻ്റെ വായിലൂടെ വരുന്നത് എങ്ങനെയാണ്? ഗോഡ് വിൽ പ്രൊവൈഡ് ഹിംസെൽഫ് ദ ലാംബ് എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ. ദൈവം തന്നെ ആ കുഞ്ഞാടിന് തരും മകനെ എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യുക. വാസ്തവത്തിൽ ഹെബ്രായ ഭാഷയിൽ കുത്ത്, കോമ ഒന്നും ഇല്ലായിരുന്നു. വാക്കുകൾ തമ്മിൽ അകലം പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതിന് ഇങ്ങനെയും തർജ്ജമ ചെയ്യാം, ഗോഡ് വിൽ പ്രൊവൈഡ് ദ ലാംബ് ഹിംസെൽഫ്. അവൻ തന്നെ കുഞ്ഞാടായി തരും. അവനൊരു കുഞ്ഞാടിനെ തരും മകനെ എന്നാകാം തർജ്ജമ. അല്ലെങ്കിൽ അവൻ കുഞ്ഞാടിനെ തന്നെ കുഞ്ഞാടായിട്ട് തരും. അവൻ തന്നെ കുഞ്ഞാടായി തരും. അന്ന് അബ്രാഹാം വിചാരിച്ചു ഒരു കുഞ്ഞാടിന് കിട്ടുമെന്നാണ്. പക്ഷേ ദൈവം ഉദ്ദേശിച്ചത് ദൈവം തന്നെ കുഞ്ഞാടായി വരുമെന്നാണ്. അത് പിന്നീടാണ് മനസ്സിലാക്കുന്നതെന്ന് മാത്രം. ഇതിൻ്റെ ഈ അബ്രാഹത്തിൻ്റെ ബലിയെ അനുസ്മരിച്ചിട്ടാണ് പല മതങ്ങളിലും ഈ മൃഗങ്ങളുടെ ബലി ഇപ്പോഴും തുടരുന്നത്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, മൃഗബലി മനുഷ്യൻ്റെ ജീവന് പകരമാകുമോ? പകരമാകില്ല. ഹെബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം അതാ പറയണത്. കാളക്കിടാങ്ങളുടെയും കോലാട്ടിൻകുട്ടികളുടെയും രക്തം കൊണ്ട് ദൈവം സംപ്രീതനായില്ല. മനുഷ്യൻ്റെ രക്തച്ചൊരിച്ചിൽ വേണം, ഒരു ജീവൻ പകരം കൊടുക്കണം. അത് മൃഗബലി പറ്റില്ല. മനുഷ്യൻ്റെ ജീവൻ കൊടുക്കണം. പക്ഷെ മനുഷ്യൻ്റെ ജീവനും കൊടുത്താൽ പറ്റുമോ? എല്ലാ മനുഷ്യരും പാപികളാണ്. റോമാലേഖനത്തിൽ 3:23 എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ഒരു മനുഷ്യൻ കൽപ്പില്ല. അപ്പോൾ പാപികൾക്ക് പാപികളുടെ ജീവന് പകരം കൊടുക്കാൻ പറ്റുമോ? പാപിയായ ഒരു മനുഷ്യൻ രക്തം കൊടുത്ത് പാപിയായ ഒരുത്തനെ മരണത്തിൽ മാറ്റി നിർത്താൻ പറ്റുമോ? അത് കഴിയില്ല. മാത്രമല്ല, എല്ലാ തിന്മകളും സത്യത്തിനും നീതിക്കും എതിരാണ്. സത്യത്തിനും നീതിക്കും എതിരായത് കൊണ്ട് തന്നെ ദൈവത്തിനെതിരാണ്. ദൈവത്തിനെതിരായൊരു പാപം മനുഷ്യൻ്റെ ബലി കൊണ്ട് തീർക്കാൻ പറ്റുമോ? ആർക്കാണ് പാപം മോചിക്കാൻ കഴിയുക? ദൈവത്തിനല്ലാതെ മറ്റാർക്കും പാപം മോചിക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ ഞാനൊന്ന് ആവർത്തിക്കുകയാണ്, ഒരു രക്തച്ചൊരിച്ചിൽ വേണം. അതായത് പകരം ഒരു ജീവൻ കൊടുക്കണം, നമ്മെ മരണശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ. അത് മൃഗബലികൾ പോരാ. മനുഷ്യൻ്റെ രക്തം തന്നെ വേണം, മനുഷ്യൻ്റെ ബലി വേണം. എന്നാൽ മനുഷ്യൻ്റെ ബലിക്കും അതിനുള്ള കെൽപ്പില്ല. അത് ദൈവത്തിൻ്റെ രക്തമായിരിക്കണം. ഈ 4 വ്യവസ്ഥകൾ ചിന്തിച്ച് നോക്കിയേ. അങ്ങനെയെങ്കിൽ ദൈവവും മനുഷ്യനും ഒരേ സമയം ദൈവവും മനുഷ്യനുമായ ഒരു വ്യക്തി വേണം. അവൻ പാപമില്ലാത്തവനായിരിക്കണം. അങ്ങനെയുള്ള ഒരാളുടെ ജീവൻ പകരം കൊടുത്താലേ നമ്മുടെ ജീവനെ മരണശിക്ഷയിൽ മാറ്റി നിർത്താനോ. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരുവൻ്റെ രക്തം ജീവൻ പകരം കൊടുത്താലേ നമുക്ക് അർഹമായ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്താൻ ദൈവത്തിന് കഴിയുമായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇരകളോട് ചെയ്യുന്ന അപരാധമാകും. ദൈവവും മനുഷ്യനുമായ ഒരാൾ, മനുഷ്യൻ ദൈവമാകാൻ കഴിയാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം തന്നെ മനുഷ്യനായി. പാപമില്ലാത്ത മനുഷ്യൻ. അവൻ്റെ ജീവൻ നമ്മുടെ ജീവന് പകരമായി കൊടുത്തു. ഇതിനെയാണ് കുരിശ് എന്ന് പറയണേ. കുരിശ്. ഈ നിക്കോസ് കസാൻസാക്കിസ് എന്ന് പറയുന്ന ഒരു യവന നോവലിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മളെല്ലാവരും ഇങ്ങനെ കൈകൾ വിരിച്ച് പിടിച്ചാൽ കുരിശാണെന്നാണ്. അപ്പോൾ ആരോടാണ് യേശു ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവവും മനുഷ്യനുമായ പാപമില്ലാത്തവനായ ആ യേശു ആരോടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? നമ്മളോടാണ്. ഞാൻ മാളപ്പള്ളിയിൽ കൊച്ചച്ഛനായിരുന്നു. അവിടെ കുട്ടികൾക്ക് വേദപാഠം പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് പള്ളിയിൽ. ഞാനും അവിടെ വേദപാഠം പഠിപ്പിച്ചിരുന്നു യുവാക്കളെ. അപ്പോൾ ഞാൻ ഒരു ദിവസം പള്ളിയിൽ അവതരിപ്പിച്ചു INRI എന്നുള്ള ആ കുരിശിന് മുകളിലുള്ള ആ വാക്യത്തിൻ്റെ പൂർണ്ണരൂപം. യേസുസ് നസ്രേനുസ് റെക്സ് യുദയോരും എന്നാണ്. ജീസസ് ദ നാസറൻ കിങ് ഓഫ് ദ ജ്യൂസ് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. കുട്ടികളൊക്കെ പഠിച്ചോ എന്നറിയാൻ വേണ്ടി ഞാൻ ക്ലാസ്സിൽ ചെന്നു. അപ്പോൾ 5ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്ന കുട്ടി, അവിടെയാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഒരു ആൺകുട്ടി എഴുന്നേറ്റ് നിന്ന് അവൻ്റേതായ ഒരു നിർവചനം നൽകിയത്. അവൻ INRIക്ക് നൽകിയ നിർവചനം എങ്ങനെയാണ്? ഇനി നിനക്ക് രക്ഷ ഇല്ല.
ഇനി എൻ നിനക്ക് രക്ഷ ആയി ഇല്ല, ഇനി നിനക്ക് രക്ഷയില്ല. എനിക്ക് തോന്നിയത് വളരെ മനോഹരമായ നിർവചനമാണ്. യേശു നമ്മൾ ഓരോരുത്തരോടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. കെട്ടപ്പെട്ടും ആണികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളോടാണ്. അവന് നമ്മെ ഉപേക്ഷിക്കാൻ കഴിയില്ല. നമുക്കവനെ ഉപേക്ഷിക്കാം, അവന് നമ്മെ ഉപേക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ ബന്ധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സംഗതി എന്താണ്? നാം ദൈവത്തെ സ്പർശിക്കുന്നു, നമ്മുടെ പാപം ദൈവത്തെ സ്പർശിക്കുന്നു, പാപം കത്തിപ്പോകുന്നു. അവൻ്റെ ജീവിതം, അവൻ്റെ ജീവൻ പകരം കൊടുത്ത് നമ്മുടെ ജീവനെ മരണശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. ഇതാണ്